നാളെ എന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. എന്താണ് കാര്യമെന്നത് അവിടെ നിൽക്കട്ടെ. നിങ്ങൾ എത്രയോ നാളായി കാത്തിരിക്കുന്നൊരു സംഭവം നാളെ നടക്കാൻ പോവുകയാണ്. നിങ്ങൾ എത്രയോ വർഷങ്ങളായി കാത്തിരിക്കുന്നൊരു അവസരം നാളെ നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് ഈ അവസരം ലഭിക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണെന്ന് മാത്രമല്ല, ഇത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അവസാനത്തെ അവസരമാണ്. ദിസ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ചാൻസ്. ഇതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം നിങ്ങൾക്ക് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. ഈ കാര്യത്തിൻ്റെ ഭാഗമായി നാളെ രാവിലെ 6 മണിക്ക് നിങ്ങൾക്കൊരു സ്ഥലത്ത് എത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിന്നും ഏകദേശം 45 മിനിറ്റ് ദൂരമാണ് നിങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ളത്. കുഴപ്പമെന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായി വണ്ടിയില്ല. രാവിലെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ബസ്സില്ല. നിങ്ങൾക്കൊരു സുഹൃത്തുണ്ട്, അവന് ബൈക്കുമുണ്ട്. നിങ്ങൾ വിളിച്ചാൽ അവൻ തീർച്ചയായിട്ടും വരും, നിങ്ങളെ കൊണ്ടുവിടും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഇവൻ ഇന്നേ വരെ ഒരു സ്ഥലത്തും സമയത്തിനെത്തിയിട്ടില്ല. എപ്പോഴും ലേറ്റാണ്. ലേറ്റെന്ന് പറഞ്ഞാൽ 5 മിനിറ്റോ 10 മിനിറ്റോ 15 മിനിറ്റോ അല്ല, അരമണിക്കൂർ, 1 മണിക്കൂർ, ചിലപ്പോഴൊക്കെ 1.5 മണിക്കൂർ. ഇവൻ എപ്പോഴും ലേറ്റാണ്. ഇവനെ കൂട്ടി നിങ്ങൾ എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഡിലേ ഉണ്ടാവും. എത്രയോ പ്രാവശ്യം സിനിമകൾക്ക് ടിക്കറ്റ് എടുത്തിട്ട് അത് വെറുതെ പോയിട്ടുണ്ട്. 1-2 തവണ ട്രെയിൻ മിസ്സായിട്ടുണ്ട്. ഇവൻ്റെ കൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. ഇവൻ ലേറ്റ് ആവുന്നതിന് ഫേമസ് ആണ്. എത്രയോ വർഷമായിട്ടുള്ള പരിചയമാണ്. ഇവൻ ദുഷ്ടനൊന്നുമല്ല. ഇവന് നിങ്ങളോട് അല്പം പോലും ദേഷ്യമില്ല. ഇവന് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. നിങ്ങളെന്ന് പറഞ്ഞാൽ ജീവനാണ്. പക്ഷേ ഇവൻ സമയത്തിന് വരില്ല. അതവൻ്റെ സ്വഭാവമാണ്. ഇത് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. നാളെ ആവട്ടെ, നിങ്ങൾക്ക് സമയത്തിന് എത്തിയേ മതിയാവൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത്. ഈ അവസരം നിങ്ങൾക്ക് ഇനി കിട്ടുകയുമില്ല. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇവനെ വിളിക്കാൻ പോവുകയാണ്. നാളെ രാവിലെ എത്ര മണിക്ക് വരാൻ നിങ്ങൾ പറയും? 5 മണിക്ക് വന്നാൽ മതി. പക്ഷേ ഇവൻ വരില്ല. അപ്പോൾ നിങ്ങൾ 5 മണിയെന്ന് പറയുമോ അതോ 4 മണിയെന്ന് പറയുമോ? എത്രയോ വർഷങ്ങളായി മനുഷ്യൻ നേരിടുന്ന ചില കൺഫ്യൂഷൻസിൽ ഒന്നാണിത്. ജീവിതത്തിൽ എപ്പോഴും സത്യം പറയണോ? ഒരു പ്രത്യേകതര സാഹചര്യം വന്നാൽ, ഉദാഹരണത്തിന് നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞ സാഹചര്യം, ഇതുപോലത്തെ ഒരു സാഹചര്യം വന്നാൽ കള്ളം പറയുന്നത് അത്യാവശ്യമായാൽ അപ്പോൾ കള്ളം പറഞ്ഞാൽ അത് തെറ്റാണോ? ഇനി മറ്റൊരു സാഹചര്യത്തെക്കുറിച്ച് പറയാം. നിങ്ങൾക്കൊരു സുഹൃത്തുണ്ട്, വളരെ സെൻസിറ്റീവായ സുഹൃത്താണ്. ഒരു വിഷയത്തിൽ നിങ്ങൾ അയാളോട് എപ്പോഴും കള്ളമാണ് പറയുന്നത്. നിങ്ങൾക്ക് ദുരുദ്ദേശമൊന്നുമില്ല, നിങ്ങൾക്ക് അയാളെ പറ്റിക്കണമെന്നില്ല. പക്ഷേ ഈ വിഷയത്തിൽ നിങ്ങൾ സത്യം പറഞ്ഞാൽ അയാൾക്കത് താങ്ങാൻ സാധിക്കില്ല. വളരെ സെൻസിറ്റീവാണ് അയാൾ. അയാളുടെ നന്മയോർത്ത് നിങ്ങൾ അയാളോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കള്ളം പറയുന്നു. എത്രയോ വർഷമായി ഈ വിഷയത്തെക്കുറിച്ച് എപ്പോഴൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ നിങ്ങൾ കള്ളമാണ് പറയുന്നത്. ഇതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു. അങ്ങനെ എനിക്ക് ഒരു ദിവസം നിങ്ങളുടെ സുഹൃത്ത് സത്യം കണ്ടുപിടിച്ചു. അയാൾക്കത് താങ്ങാനേ സാധിച്ചില്ല. അയാൾ നിങ്ങളോട് വഴക്കുണ്ടാക്കി. നിങ്ങൾ അയാളോട് ഇത്രയും നാൾ കള്ളം പറഞ്ഞു എന്ന പേരിൽ നിങ്ങളോട് പിണങ്ങി. ഈ സാഹചര്യത്തിൽ നമ്മൾ കള്ളം പറഞ്ഞത് ശരിയോ തെറ്റോ? ഒരാളുടെ നന്മയോർത്ത് നമ്മൾ കള്ളം പറയുന്നത് ശരിയാണെന്ന് തോന്നിയേക്കാം. പക്ഷെ അതൊരു കൊച്ചു കുട്ടിയോടാണെങ്കിൽ ഓക്കെയാണ്. ഒരു കൊച്ചുകുട്ടിയോട് അവൻ്റെ നന്മയോർത്ത് നമ്മൾ കള്ളം പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ഒരു മുതിർന്ന വ്യക്തിയോട്, ഇനിയിപ്പോൾ അയാളുടെ നന്മയോർത്താണെങ്കിൽ പോലും കള്ളം പറയുന്നത് ഒരു പ്രശ്നമല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ അതൊരു പ്രശ്നമായി മാറില്ലേ? പല ആൾക്കാരും പറയുന്നത് കയ്പുള്ള സത്യമാണ് മധുരമുള്ള കള്ളത്തെക്കാളും നല്ലതെന്ന്. ജീവിതത്തിൽ എപ്പോഴും സത്യം പറയണമെന്ന് പലരും പറയുന്നു. പക്ഷെ അതിനും ഒരു കൗണ്ടർ ആർഗ്യുമെൻ്റ് ഉണ്ട്. നമുക്കൊരു ഇമാജിനറി സിറ്റുവേഷൻ നോക്കാം. നിങ്ങളുടെ സുഹൃത്തിനെ ഒരാൾ കൊല്ലാൻ വരുന്നു. നിങ്ങൾ വളരെയധികം സത്യസന്ധനായ മനുഷ്യനാണ്. നാട്ടുകാർക്കെല്ലാം അറിയാതെ എന്ത് വന്നാലും നിങ്ങൾ കള്ളം പറയില്ലാത്ത. നിങ്ങളുടെ കൂട്ടുകാരൻ ഓടി വന്നത് നിങ്ങളുടെ വീട്ടിലേക്കാണ്. നിങ്ങളുടെ വീട്ടിൽ അയാൾ വിളിച്ചു. അവനെ കൊല്ലാൻ നടക്കുന്ന ആൾ നിങ്ങളുടെ വീട്ടിന് മുന്നിലെത്തി. നിങ്ങളെ കണ്ടു. അയാൾ നിങ്ങളോട് ചോദിക്കുകയാണ്, നിന്റെ കൂട്ടുകാരൻ എവിടെയെന്ന്. കൊല്ലാൻ വന്ന ആൾക്കും അറിയാം നിങ്ങൾ ഭയങ്കര സത്യസന്ധനായ മനുഷ്യനാണെന്ന്. പറഞ്ഞല്ലോ, ഇത് തീർത്തും ഇമാജിനറി ആയ സിറ്റുവേഷനാണ്. കൊലയാളി നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കൂട്ടുകാരൻ എവിടെയെന്ന്. നിങ്ങൾ എന്ത് പറഞ്ഞാലും അയാൾ വിശ്വസിക്കും. നിങ്ങൾ എന്ത് പറയും? സത്യം പറയുമോ
അതോ കൂട്ടുകാരൻ്റെ ജീവൻ രക്ഷിക്കാൻ കള്ളം പറയുമോ? തീർച്ചയായിട്ടും നമ്മൾ കള്ളം പറയുന്നതായിരിക്കും പറയുക. അപ്പോൾ അതിനർത്ഥം ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ കള്ളം പറയുന്നതും ശരിയാണ്. വളരെയധികം കൺഫ്യൂസിങ് ആയ ഒരു കാര്യമാണത്. കള്ളം പറയുന്നത് ശരിയോ തെറ്റോ? ഇതിന് കൃത്യമായ ഉത്തരം കൊടുക്കുക വളരെ 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 പ്രയാസമാണ്. പലപ്പോഴും പലരും പറയാറുണ്ട്, നല്ലൊരു കാര്യത്തിന് വേണ്ടി കള്ളം പറഞ്ഞാലും കുഴപ്പമില്ല എന്ന്. പക്ഷേ ഇങ്ങനെ കള്ളം പറയുമ്പോഴും പിന്നീട് നമുക്കുള്ളിൽ ഒരു കുറ്റബോധം തോന്നാറുണ്ട്, വേണ്ടിയിരുന്നില്ല എന്ന്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും കമൻസിലൂടെ പറയൂ. ഒപ്പം ആദ്യത്തെ കഥയിൽ നിങ്ങളായിരുന്നു ആ കുട്ടിയുടെ സ്ഥാനത്തെങ്കിൽ, അതായത് നാളെ രാവിലെ 6 മണിക്ക് നിങ്ങൾക്കാണ് എത്തേണ്ടതെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരനോട് നിങ്ങൾ എത്ര മണിക്ക് വരാൻ പറയും? 5 മണിക്ക് വരാൻ പറയോ അതോ 4 മണിക്ക് വരാൻ പറയോ? തീർച്ചയായിട്ടും കമൻസിലൂടെ നിങ്ങളുടെ ഫീലിങ്സും അഭിപ്രായങ്ങളും ഷെയർ ചെയ്യുക.